ാണ് യോഗ തെറാപ്പിസ്റ്റ് ആണ് ആൻഡ് യു ആർ എ മദർ ടു. അതുപോലെ കാസർഗോഡ് നിന്ന് കോഴിക്കോട് പിന്നെ ബാംഗ്ലൂർ വഴി USA ശേഷം ഇപ്പൊ കാനഡയിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് താമസിച്ചു വരികയാണ്. എങ്ങനെയുണ്ട് കനേഡിയൻ ജീവിതമൊക്കെ? എങ്ങനെ പോണു? സുഖമായിട്ടിരിക്കുന്നു. ആണോ? അപ്പൊ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, കേരള നടനം, അങ്ങനെ ഓരോ ഡാൻസ് ഫോം, ഇത്രയും ഡാൻസ് ഫോം ആണ് അഭ്യസിച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഒരു 4 വയസ്സ് മുതൽ ഈ നൃത്തരൂപങ്ങളൊക്കെ അഭ്യസിച്ചു വരുന്നു. അതെ, 4 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും നല്ല താല്പര്യമായിരുന്നു. ചേച്ചിയുണ്ട്. അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു തുടങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ ഡാൻസ് ഫോംസിന്റെയും ഓതന്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ഡാൻസ് ഫോം കളിക്കുമ്പോൾ അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഭരതനാട്യം കളിക്കുമ്പോൾ ഭരതനാട്യത്തിൽ മാത്രം ശ്രദ്ധിക്കും, മോഹിനിയാട്ടം കളിക്കുമ്പോൾ മോഹിനിയാട്ടത്തിൽ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ആത്മാവിനെ ശരിക്കും അറിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു അതിനുശേഷം ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസിൽ നിന്നും യോഗ തെറാപ്പിസ്റ്റ് എന്നുള്ള ആ ഒരു പൊസിഷനിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ആദ്യം യോഗ പഠിച്ചു തുടങ്ങുന്നത് ട്രെയിനിൽ നിന്ന് ഒരു 30 രൂപയുടെ ബുക്ക് വാങ്ങിച്ചിട്ട് യോഗ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ബുക്ക് വഴിയാണ്. കാരണം ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവിടെ ഡാൻസ് പഠിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല, ഡാൻസ് അഭ്യസിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. പിന്നെ പാട്ടിൻ്റെ അവൈലബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം 30 രൂപയുടെ ഒരു ബുക്കിൽ നിന്നും പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് യോഗ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള യോഗ സ്റ്റെപ്സ് പോലും അറിയില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ്, ആധികാരികമായിട്ട് ഒന്നിനെക്കുറിച്ചും അറിയില്ലല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് ഇത് കാര്യമായിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ US നിന്ന് തിരിച്ച് നാട്ടിലെത്തിയ സമയത്ത് സാധാരണ ഒരാളെ പോലെ, ഒരു ചെറിയ കുട്ടിയുണ്ട്, അങ്ങനെ സാധാരണ ഒരാളെ പോലെ യോഗയിലേക്ക് വരുന്നു. ഒരു സാറ് രാവിലെ 6 മണിക്ക് ഞങ്ങളുടെ ക്ലബ് ഹൗസിൽ വന്നിട്ട് യോഗ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, സാറ്റർഡേ സൺഡേ. അപ്പോൾ ആ സാറിൻ്റെ അടുത്തായാലും ഞങ്ങൾ മൾട്ടി ഏജ് ഗ്രൂപ്പ് ആൾക്കാരാണ്. കുട്ടികളുണ്ടായിരുന്നു, വയസ്സായവരുണ്ടായിരുന്നു, നമ്മളെപ്പോലെ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓരോരാൾക്കും ഓരോ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ആ സാറിനത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഒരാൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അങ്ങനെ ആ സാറിന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മനസ്സിലായി ഇത് കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, വെറുതെ ഒരാൾ പറയുന്നത് കേട്ട് എന്തെങ്കിലും ചെയ്യുന്നത് അല്ല എന്ന്. അങ്ങനെ യോഗ ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചു. എസ് വ്യാസ യോഗ യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേര്. സ്വാമി വിവേകാനന്ദ യോഗാനുസന്ധാന സംസ്ഥാനം. അവിടെ പോയി യോഗ ഇൻസ്ട്രക്ടർ കോഴ്സ് ചെയ്തു. അപ്പോൾ മനസ്സിലായി ഇത് വലിയൊരു സബ്ജക്റ്റാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ചെറിയ ഒരു യോഗ ഇൻസ്ട്രക്ടർ കോഴ്സ് കൊണ്ട് എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു അറിവായിട്ടില്ല, ഇനിയും പഠിക്കണം എന്ന്. അങ്ങനെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ യോഗ തെറാപ്പി ചെയ്യുന്നത്. അത് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ഓഫ് യോഗ തെറാപ്പിയാണ്. നമ്മൾ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിന് എങ്ങനെ യോഗയെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് യോഗ തെറാപ്പിയിൽ ഉദ്ദേശിക്കുന്നത്. 3 കാര്യങ്ങളാണ് അതിനകത്ത് ഫോക്കസ് ചെയ്യണത്. യോഗ ഫോർ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് പോസിറ്റീവ് ഹെൽത്ത്, പിന്നെ ലോങ് ടേം റീഹാബിലിറ്റേഷൻ, പിന്നെ ഒരു ടോട്ടൽ ഹെൽത്ത്. അതാണ് നമ്മൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടും പഠിക്കുന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ യോഗയുടെ ഒരു എസെൻസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ യോഗ എന്ന് പറഞ്ഞാൽ MMM, മാസ്റ്ററിങ് ദ മങ്കി മൈൻഡ്. നമ്മൾക്കറിയാം ഒരാളുടെ ഒരു സാധാരണ ദിവസത്തിൽ 70,000 ചിന്തകൾ ഉണ്ടാവുന്നു. ഷോയുടെ തുടക്കത്തിൽ ഞാൻ അത് പറഞ്ഞോണ്ടാ തുടങ്ങിയത്. മനസ്സിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാനുള്ള ചെറിയൊരു ആ ഒരു പ്രിപ്പറേഷനൊക്കെ കൊടുത്തൊരു പാട്ടൊക്കെ ഞാൻ അവർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 70,000 ചിന്തകൾ ഉണ്ടാവുമെന്നും അതിനകത്ത് 99% ചിന്തകൾ നെഗറ്റീവ് ആണെന്നും അതിനകത്ത് തന്നെ 90% റിപ്പീറ്റേറ്റീവ് ആണെന്നും അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കണം, അത് എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുപോകേണ്ടത്. യോഗ ഈസ് എ ലൈഫ് സ്റ്റൈൽ ടു ഇൻഫ്ലുവൻസ് അസ് ഇൻ കൺട്രോളിങ് ദ മൈൻഡ്. അപ്പോൾ പിന്നെ ശ്രീജയ ഒരു കഥ എൻ്റെ അടുത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രാജാവിന്റെ കഥ അല്ലേ? ആ കഥയൊന്ന് പറയും, നമുക്ക് ലിസണേഴ്സായിട്ടൊന്ന് ഷെയർ ചെയ്താലോ?
ഓക്കെ, ഒരിക്കലൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യ അയാൾ ഏറ്റവും കൂടുതൽ പരിപാലിച്ചു. രണ്ടാമത്തെ ഭാര്യയെ അയാൾ ഏറ്റവും പ്രൗഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആര് വരുമ്പോഴും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെയും അയാൾ ഏറ്റവും കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നതും സന്തോഷിച്ചിരുന്നതും രണ്ടാമത്തെ ഭാര്യയെ പരിചയപ്പെടുത്താനായിരുന്നു. മൂന്നാമത്തെ ഭാര്യയുടെ കൂടെയായിരുന്നു അയാൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. ബോധർ ചെയ്തിരുന്നത് ഒക്കെയും കമ്പനി എൻജോയ് ചെയ്തിരുന്നതും ഒക്കെയും മൂന്നാമത്തെ ഭാര്യയുടെ ആയിരുന്നു. നാലാമത്തെ ഭാര്യനെ അയാൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പോലും അയാൾക്ക് ഓർമ്മയില്ല. ഒരു ദിവസം പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഞാൻ ഇപ്പം മരിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷനായി. ഡോക്ടേഴ്സ് അയാളുടെ അടുത്ത് അറിയിക്കും ഞാനിപ്പം മരിച്ചു പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കൂടെ വരാനായിട്ട് അല്ലെ? ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ആര് വരും എന്നുള്ള ഒരു ആങ്സൈറ്റി അയാൾക്ക് ഉണ്ടാവും. ഫസ്റ്റ് വൈഫിന്റെ അടുത്ത് പോയി ചോദിക്കും, ഞാൻ മരിക്കുമ്പോൾ വിൽ യു കം വിത്ത് മീ വെൻ ഐ ഡൈ എന്ന്. ആദ്യത്തെ ഭാര്യ സ്ട്രെയിറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയും, ഇല്ല ഞാൻ വരില്ല എന്ന്. രണ്ടാമത്തെ ഭാര്യന്റെ അടുത്ത് ചോദിക്കും, വിൽ യു കം വിത്ത് മീ വെൻ ഐ ഡൈ. അപ്പോൾ ആ സ്ത്രീ പറയും, ഇല്ല ഐ വിൽ ഗോ വിത്ത് സമൺ എൽസ് എന്ന്. തേർഡ് വൈഫിന്റെ അടുത്ത് പോയി ചോദിക്കും, വിൽ യു കം വിത്ത് മീ വെൻ ഐ ഡൈ. നോ ഐ ക്യാൻ കം ഓൺലി ടിൽ ദ സെമിത്തേരി, ശ്മശാനം, അതിനപ്പുറത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പം നാലാമത്തെ ഭാര്യേൻ്റെ അടുത്ത് പോയി സംസാരിക്കുക. ഇയാൾക്ക് ആകെ കൂടെ സങ്കടമായി. കാരണം ഇത്രയും കാലം ഞാൻ ടേക്ക് കെയർ ചെയ്ത ആൾക്കാർ, ഞാൻ എൻ്റേതാണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരൊന്നും അയാളുടെ കൂടെ ഇല്ല മരിക്കുന്ന സമയത്ത്. നാലാമത്തെ ഭാര്യേൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് വന്ന് പറയും, ഐ വിൽ കം വിത്ത് യു വെൻ ഐ ഡൈ എന്ന്, വെൻ യു ഡൈ. അപ്പോൾ ഇയാൾക്ക് ആകെ ഷോക്കിംഗ് ആയി. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന, ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന്. ആ ഭാര്യേനൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കുമ്പം ചുക്കിച്ചുളിഞ്ഞ് മരണ തുല്യമായിട്ടിരിക്കുകയാണ്, പൊടി പിടിച്ചിരിക്കുക ഒരു മൂലയ്ക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ രാജാവാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭാര്യമാരുണ്ട്. നമ്മുടെ ഫസ്റ്റ് വൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മേക്കപ്പ്, കോസ്റ്റ്യൂംസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് വൈഫിനെയാണ്. നമ്മുടെ ശരീരം ഇറ്റ് ഡസൻറ്റ് കം വെൻ വി ഡൈ. ദ സെക്കൻഡ് വൈഫ് ഈസ് അവർ പ്രോപ്പർട്ടീസ്, ഹൗസ്, കാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ മറ്റുള്ളവർ വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പ്രൗഡ് ആവുന്നതും ഒക്കെയും നമ്മുടെ ഈ സെക്കൻഡ് വൈഫിൻ്റെ മുകളിലാണ്. It goes to someone else when we die. And third wife is our friends and relatives. They will come to the cemetery when we die. They won't come beyond that. പക്ഷെ നമ്മൾ അവരുടെ കമ്പനി ആയിരുന്നു എൻജോയ് ചെയ്തിരുന്നത്. പാർട്ടി ടൈം ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ദ ഫോർത്ത് വൈഫ് ഈസ് അവർ സോൾ. ആൻഡ് ഓൺലി ദ സോൾ comes to us when we die. അതാണ് ആത്മബോധം എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്, ഹൂ ആം ഐ എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ശരിക്കും യോഗയും നമുക്ക് തരുന്നത്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമ്മൾ എല്ലാവരും വി വിൽ ട്രാവൽ ഇൻസൈഡ് അസ്. ആ ട്രാവലിംഗ് എത്ര ലേറ്റ് ആവുന്നത് കൊണ്ട് നമ്മൾ റിഗ്രറ്റ് മാത്രമേ കൂട്ടുന്നുള്ളൂ. ലേറ്റ് ആവുന്നതോറും ഈ രാജാവിനെ പോലെ അയ്യോ ഞാൻ എൻ്റെ വൈഫിനെ ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധമാണ് അയാൾക്ക് ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യോഗ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിന്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോഗയുടെ ഒരു കോൺസെപ്റ്റ് അല്ലേ ആ ഒരു കഥയിലൂടെ പറഞ്ഞു തന്നു. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ശ്രീജയടുത്ത് സംസാരിച്ചപ്പോൾ ദി ബ്യൂട്ടി ഓഫ് ക്ലോസിങ് യുവർ ഐസ് എന്നുള്ളതായിരുന്നു. അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയൂ. പണ്ട് കാലത്തൊക്കെ നമ്മൾ കുളത്തിൽ കുളിച്ചിട്ടുമൊക്കെ വളർന്ന ആൾക്കാരാണ്. കണ്ണടയ്ക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾക്ക് കണ്ണടയ്ക്കാൻ അറിയാത്തത് അല്ലേ? നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ യോഗ ഈസ് ഹൗ ടു ബ്രീത്ത് പ്രോപ്പർലി എന്നുള്ളതാണ് യോഗ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. കണ്ണടച്ചിട്ടാണ് നമ്മളിപ്പോൾ യോഗ തെറാപ്പിയിലായാലും എല്ലാവരെയും പരിശീലിപ്പിക്കുന്നത്. യോഗ തെറാപ്പിയിൽ ഇപ്പം യോഗ അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് 5 ഷീറ്റ്സ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അന്നാമയ കോശ, പ്രാണാമയ കോശ, മനോമയ കോശ, വിജ്ഞാനമയ കോശ, ആനന്ദമയ കോശം. അന്നാമയ കോശം ഫിസിക്കൽ ബോഡി, പ്രാണാമയ കോശം ഈസ് ബ്രീത്തിങ്, മനോമയ കോശം ഈസ് മെന്റൽ ഷീറ്റ്, ആൻഡ് വിജ്ഞാനമയ കോശം ഈസ് നോളജ് ഷീറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആനന്ദമയ കോശം ഇത് അൾട്ടിമേറ്റ് ബ്ലിസ്. നമ്മൾ ഒരാളെ യോഗ പരിശീലിപ്പിക്കുമ്പോഴും യോഗ തെറാപ്പിയായിട്ട് ചെയ്യിപ്പിക്കുമ്പോഴും
നമ്മൾ ഈ എല്ലാ ഷീറ്റിന് വേണ്ടുന്ന ആസനങ്ങളും എല്ലാ ഷീറ്റിന് വേണ്ടുന്ന വ്യായാമങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കണ്ണടച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യിക്കുന്നതും. അവർക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ എന്തൊരു ബ്യൂട്ടിയാണ്, എങ്ങനെയാണ് നമ്മുടെ കോൺസെൻട്രേഷനിൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് യോഗ അഭ്യസിക്കുന്നതിലൂടെയാണ്. യോഗ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കണ്ണടച്ചാലുള്ള ഭംഗിയെക്കുറിച്ച് മനസ്സിലായത്. അതുവരെ കണ്ണടക്കാൻ പേടിയായിരുന്നു ഒരാള്. നമ്മൾ കണ്ണടച്ച് തലയിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പേടിക്കും. അപ്പം എന്തൊരു ഭംഗിയാണ് കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കുന്നതിൽ, ബ്രീത്തിങ് ശ്രദ്ധിക്കുന്നതിൽ നമുക്ക് മനസ്സിലാവുന്നത് യോഗ പഠിക്കുമ്പോഴാണ്. അതുപോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ സ്ഥാനം പിടിച്ച ആളാണ് ഇരിക്കുന്നത് അല്ലേ? അതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ. യോഗയുടെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ഞാൻ ഭഗവത്ഗീത പഠിക്കുന്നത്. അപ്പം സ്വാമി വിവേകാനന്ദൻ യോഗയെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഭഗവത്ഗീത. കർമ്മയോഗ, രാജയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. ഇതിന്റെ ഡെഫിനിഷൻസ് ആയിട്ട് കുറച്ച് ശ്ലോകങ്ങൾ അവിടെ ഇവിടെയും നമ്മൾക്ക് യോഗയിൽ പഠിക്കാനുണ്ടായിരുന്നു. അവിടെ ഒരു ടീച്ചറും ഉണ്ടായിരുന്നു ഈ ഭഗവത്ഗീത മുഴുവൻ മെമ്മറൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് മീ, അങ്ങനെയാണ്, എന്നാ പിന്നെ മുഴുവനായിട്ടും പഠിക്കാം, ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പഠിച്ചു. കാരണം നമ്മൾക്ക് മെമ്മറൈസേഷൻ ആസ്പെക്റ്റിലാണ് ഭഗവത്ഗീതയെ അപ്രോച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ മെമ്മറി കമ്പാർട്ട്മെന്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്, അതിനകത്ത് എങ്ങനെയാണ് ഈ 700 ശ്ലോകങ്ങളും സ്റ്റോർ ചെയ്യുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടാണ്. നമ്മൾക്ക് അഡിക്ഷനും ഒക്കെയും പുറത്തു വരാൻ പറ്റും. പിന്നെ അൽഷിമേഷ്യസ് അങ്ങനെയുള്ള അസുഖങ്ങളും ഒക്കെ വരാതിരിക്കാനും, പിന്നെ കുട്ടികളായാലും അവരെ ഈ സ്ക്രീൻ ടൈം ഒക്കെ കുറക്കാനും ഒക്കെയും ഒരു ഡെഡിക്കേഷൻ, ഒരു ഡിറ്റർമിനേഷൻ ആണ്. 700 ശ്ലോകങ്ങളും പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരു ഡിറ്റർമിനേഷനിൽ പോകുന്നതാണ്. അപ്പൊ ഇപ്പം കാനഡയിൽ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇപ്പം അടുത്തായിട്ട് ഭരതനാട്യത്തിൽ തന്നെയും വർക്ക്ഷോപ്പ് സീരീസ് ആയിട്ട് ടൊറന്റോ ലൈബ്രറീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ടൊറന്റോ ലൈബ്രറി ഒരു ഭരതനാട്യം അല്ലെങ്കിൽ ഒരു ഡാൻസ് ഫോം തന്നെ ഏഷ്യൻ ഹെറിറ്റേജ് മന്തിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. നമ്മളെ പോലെ ഒരു അറിയണ ഒരാൾക്ക് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാർ യോഗേനെ കുറിച്ചോ ഡാൻസിനെ കുറിച്ചോ ഒന്നും കേട്ടിട്ടോ ഇങ്ങനെ ഒരു മ്യൂസിക് കേട്ടിട്ടോ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ ആർട്ട് ഫോംസ് ഒക്കെ കാണാനും. അത് ഒരു പോസിറ്റീവായിട്ട് തോന്നും. ഒരുപാട് ഒരു 100ഓളം സ്റ്റേജുകളിൽ ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റി. പിന്നെ യോഗയുടെ അവയർനെസ്സിന് വേണ്ടി ഞാൻ നൃത്ത യോഗ എന്നുള്ള പേരിൽ ക്ലബിംഗ് യോഗ ഇൻ ഡാൻസ്, ഒരു ഫ്യൂഷൻ ഓഫ് യോഗ ഇൻ ഡാൻസ് ഫോമായിട്ട് ഞാനും എൻ്റെ മകനും കൂടെ സ്റ്റേജിൽ ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവാറുണ്ട്. കാരണം അമ്മമാർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വരാറുണ്ട്. പണ്ട് യോഗ പഠിച്ചിട്ടുണ്ട്, ഇനി തിരിച്ചു വരണം, അങ്ങനെയുള്ള രീതിയിൽ. അതുകൂടാതെ വളണ്ടിയർ ചെയ്യാറുണ്ട്. ഇപ്പം ടീം ഔട്ടിങ്സും അങ്ങനെ ഫാമിലി ഔട്ടിങ്സ് ഒക്കെ ഉള്ള കമ്മ്യൂണിറ്റികൾ വിളിക്കും വളണ്ടിയർ ചെയ്യാൻ വേണ്ടി. ഐ വിൽ ഗോ ആൻഡ് ഡു യോഗ സ്ട്രെച്ച് ആൻഡ് യോഗ വാം അപ്സ് ഫോർ ദം. ഇങ്ങനെ പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ അല്ലേ ആളുകൾ ഒരു ഔട്ടിങ്ങിന് ഉണ്ടെങ്കിൽ അവരെ പോയി കുറച്ചൊന്ന് ട്രെയിൻ ചെയ്യാനൊക്കെ ആയിട്ടല്ലേ? അതെ, അവരെന്തെങ്കിലും ഒരു ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുമല്ലോ, വോളിബോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ മെജോറിറ്റി ഒരു 40+ ഏജ് ഗ്രൂപ്പ് ഒക്കെ ആയിരിക്കും ഒരു ടീം ഔട്ടിങ്ങിനൊക്കെ വരുന്നത്. അപ്പം ദേ ആർ not stretching regularly, so it's always a nice way to start with some good stretch with some breathing awareness. It's a very good sign that people are moving towards positive health. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളും ഇതുപോലെയുള്ള പിക്നിക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് അസോസിയേഷൻസും ഗ്രൂപ്പ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ശ്രീജയെ പോലെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു ഈവൻ ആളുകളെ യോഗ എന്ന് പറയുന്ന ആ ഒരു തെറാപ്പിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടി ഒരു നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ്? മോസ്റ്റ്ലി വളണ്ടിയറിംഗ് ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. കാരണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അതിനെക്കുറിച്ച് അറിയണവർ എന്നെ പോലെ കൂടുതൽ അറിയണം, ഇനിയും പഠിക്കണം എന്ന് തോന്നുന്നവരേ വരുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ അവയർനെസ് ആയിട്ട് ഇങ്ങനെ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ്, എന്തോ സംഭവമുണ്ട്, ഇങ്ങനെ റൂട്ട്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ട് തോന്നാറുണ്ട്. മോസ്റ്റ്ലി ഇപ്പോൾ ഫോക്കസ് ചെയ്യണത് പെർഫോമൻസസ് ആൻഡ് വളണ്ടിയറിംഗ് തന്നെയാണ്. അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ പാഷൻ. അതിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ? അതെ,
ഞാൻ ചെയ്തത് BSc ഫിസിക്സ് പിന്നെ MS ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഓൾവേസ് ഡാൻസിങ്. അപ്പം അതിന്റെ മെയിൻ അക്കാഡമിക്സ് ആയിട്ട് ഡാൻസിനെയും യോഗയെയും കൊണ്ടുവരുന്നത് ആഫ്റ്റർ മൈ MS ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫിനിഷസ്. നമ്മൾക്കറിയാം ഒരു സാധാരണ ഒരു കുട്ടിയുടെ മെയിൻ അക്കാഡമിക്സ് ഒരു 23-24 വയസ്സാകുമ്പോഴേക്കും ഫിനിഷ് ആവും, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാൽ തന്നെയും. പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ പാരൻസ് ആയാലും ശ്രദ്ധിക്കേണ്ടത് പഠിത്തത്തിൻ്റെ കൂടെ ഒരു പാഷൻ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ അക്കാഡമിക്സ് തീരുന്ന സമയത്ത് അവർക്ക് ഈ ഇഷ്ടമുള്ള മേഖലയിലുള്ള ഡിഗ്രികൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് പ്രൊമോട്ടിംഗ് ആണ് എല്ലാവരും. അത് ഞാൻ ഇപ്പം ഡാൻസിൽ തന്നെയായാലും ഡിപ്ലോമ, അസോസിയേറ്റ് ഡിഗ്രി, സർട്ടിഫിക്കേഷൻ ഇതൊക്കെ എടുത്തതും യോഗയിൽ YAC, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതൊക്കെ എടുത്തത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയും എൻ്റെ മെയിൻ അക്കാഡമിക്സ് തീർന്നതിന് ശേഷമാണ്. ഈ കുട്ടികളെ അഡിക്ഷനിലൊക്കെ പോകുന്നതിനും ഒക്കെ നമുക്കൊരു സൊല്യൂഷനായിട്ട് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ശരിക്കും ശ്രീജയുടെ ജീവിതം മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞപ്പോൾ ട്രൂലി ഇറ്റ്സ് മൾട്ടി ഡയമെൻഷണൽ ആൻഡ് വളരെ ഇൻസ്പയറിംഗ് ആണ്. ഇപ്പോൾ കാരണം ഈ ട്രഡീഷനെയും പാഷനെയും അതുപോലെ പ്രൊഫഷനെയും ഒക്കെ ഒരേ താളത്തിൽ, അതായത് നൃത്തം പോലെ ഒരേ താളത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പം ശ്രീജയെ പരിചയപ്പെടാൻ പറ്റിയാലും മധുരഗീതത്തിൻ്റെ ലിസണേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. താങ്ക് യു. എന്നെപ്പോലെ ഒരു സാധാരണക്കാർക്കൊക്കെ വന്ന് സംസാരിക്കാനുള്ളൊരു വേദി ഇങ്ങനെ ഒരുക്കുന്നതിനും വളരെ വളരെ സന്തോഷം. ഇപ്പോൾ സ്റ്റുഡിയോയിൽ വരുന്നവർക്ക്, നമ്മൾ സാധാരണ വീട്ടിൽ വരുന്നവർക്ക് ചായയും കാപ്പിയും പലഹാരമൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് പറയും. മെലഡീസ് ആണ് ഇഷ്ടം. ചന്ദനമണിവാതിൽ ഇഷ്ടമാണ്. യെസ്, മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലല്ലേ, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ശ്രീജയ്ക്ക് വേണ്ടി വേണുചേട്ടൻ്റെ, ശ്രീ വേണുഗോപാലിൻ്റെ ആരാധകർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഒരു മനോഹരമായ ഗാനം. മണിവാതിൽ പാതിചാരി ചെന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര